കർണാടകയിലെ ഹാസൻ ജില്ലയിലെ രാജീവ് ഗാന്ധി നഴ്സിംഗ് കോളേജിൽ ജനറൽ നഴ്സിംഗ് പഠിക്കുകയായിരുന്നു. അക്ഷയ്ക്ക് അച്ഛനും അമ്മയുമില്ല, ഉപേക്ഷിച്ച് പോയതാണ്. അനിയത്തിയും അക്ഷയും മാത്രമാണുള്ളത്. എന്റെ പേര് അക്ഷയ. ഞാൻ പേരയിലാണ് താമസിക്കുന്നത്. പേരിയ വട്ടോളിയിലാണ് താമസിക്കുന്നത്. ഞാൻ കർണാടകയിലെ ഹസൻ ജില്ലയിൽ നഴ്സിംഗ് രാജീവ് കോളേജിലാണ് പഠിക്കുന്നത്. 6 മാസത്തോളം ഞാൻ അവിടെ പോയിരുന്നു. പിന്നെ എഡ്യൂക്കേഷൻ ലോൺ കൊടുത്തിരുന്നെങ്കിലും കിട്ടിയിട്ടില്ല. അതിനൊപ്പം പഠിത്തം തുടരാൻ കഴിയില്ല. അപ്പോൾ പൈസ അടയ്ക്കാൻ ഒരു നിവൃത്തിയില്ല. അതുകൊണ്ട് നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം. എനിക്ക് വീടോ ബന്ധുക്കളാണ് എന്നെ നോക്കുന്നത്. അച്ഛനും അമ്മയും ഇല്ല. എൻ്റെ പേര് അക്ഷയ. ഞാൻ രാജീവ് കോളേജിലാണ് പഠിക്കുന്നത്. അത് ഹസൻ ജില്ലയിലാണ്. ഞാൻ 6 മാസത്തോളം അവിടെ പോയിരുന്നു. പിന്നെ എഡ്യൂക്കേഷൻ ലോൺ കൊടുത്തിട്ട് കിട്ടിയില്ല. അതുകൊണ്ട് പഠിത്തം മുടങ്ങി. അപ്പോൾ പൈസ അടയ്ക്കാൻ ഒരു നിവൃത്തിയില്ല. അതുകൊണ്ട് നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം. എനിക്ക് വീടോ ബന്ധുക്കളാണ് എന്നെ നോക്കുന്നത്. അച്ഛനും അമ്മയും ഇല്ല. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് മാനന്തവാടി നിയോജക മണ്ഡലത്തിലെ പേരിയ വില്ലേജിലെ 2ാം വാർഡിൽ ഈ വട്ടോളി പുറമ്പോക്ക് ഭൂമിയിൽ താമസിക്കുന്ന അക്ഷയയുടെ വീടിന് മുമ്പിലാണ്. അക്ഷയയുടെ ഒരു പ്രധാന കാര്യം സംസാരിക്കാനാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത്. അക്ഷയ കർണാടകത്തിലെ ഹാസൻ ജില്ലയിലെ രാജീവ് നഴ്സിംഗ് കോളേജിൽ പഠിച്ചു വരികയായിരുന്നു. വിദ്യാഭ്യാസ ലോണിനൊക്കെ അപേക്ഷിച്ചിട്ടായിരുന്നു ആദ്യം പഠനം തുടങ്ങിയത്. ഏറ്റവും പ്രധാനമായി പറയേണ്ടത്, അക്ഷയ്ക്ക് അച്ഛനും അമ്മയും ഉപേക്ഷിച്ച അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ അക്ഷയ്ക്ക് അനിയത്തിയുമുണ്ട്. 2 പേരാണുള്ളത്. അക്ഷയയുടെ പഠനം മുൻപോട്ട് പോകണമെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെ സഹായം ആവശ്യമാണ്. അക്ഷയ് തന്നെ അക്ഷയുടെ കാര്യം പറയും. അക്ഷയ എത്ര മാസമായി അവിടെ പഠിക്കാൻ തുടങ്ങിയിട്ട്? 6 മാസമായി. എപ്പോഴാ ജോയിൻ ചെയ്തത്? ഏത് മാസമാണ്? ഒക്ടോബറിൽ. 6 മാസം അവിടെ പഠിച്ചു. പഠിച്ചു. അവസാനം കോളേജ് എന്താ പറഞ്ഞത് അധികൃതര്? ഫീസ് അടയ്ക്കണം. മൊത്തം എത്ര രൂപ ആവും? ഫീസ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ 3,80,000. അപ്പോ മുൻപോട്ട് പോകാൻ യാതൊരു നിവൃത്തിയില്ല. ആരുടെ വീട്ടിലാണ് താമസിക്കുന്നേ? അച്ഛന്റെ ചേച്ചിന്റെ വീട്ടില്. ഇവരാണ് മുൻപോട്ട് കൊണ്ടുപോകുന്നത്. അമ്മ എങ്ങനെ പഠനമൊക്കെ എങ്ങനെ മുൻപോട്ട് പോകാൻ? മുന്നോട്ട് പോണത് പൈസയുടെ നിവൃത്തിയൊന്നുമില്ല നമുക്ക്. പിന്നെ ഇവരാണ് നോക്കണത്, എന്നെയും 2 പിള്ളേര്. അപ്പൊ അവർക്കും നിവൃത്തിയൊന്നുമില്ല. അവര് കൂലിപ്പണി എടുത്ത് ജീവിക്കണം. പിന്നെ പിള്ളേരെ പഠിപ്പിക്കണ എങ്ങനെയാ? പിന്നെ ബാക്കിയുള്ള പഠനം നടത്താനുള്ള നിവൃത്തിയില്ല, പൈസയില്ല. പൈസ വേണം. കൊച്ചിനെ കൊണ്ട് ചേർക്കുകയും ചെയ്തു. പിന്നെ മുമ്പോട്ട് പഠിപ്പിക്കാനുള്ള സാമ്പത്തിക കുറവുണ്ട്. കൊച്ചു പോയിട്ടില്ല ഇതുവരെ. വിദ്യാഭ്യാസ ലോണിനൊക്കെ അപേക്ഷിച്ച് 6 മാസം അവിടെ പഠനം ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ഇനി അങ്ങോട്ട് മുൻപോട്ട് പോകണമെങ്കിൽ 4 ലക്ഷത്തിനടുത്ത് രൂപ ഇനി ആവശ്യമുണ്ട് അക്ഷയ്ക്കാണെങ്കിൽ അച്ഛനും അമ്മയും ആരുമില്ല. ബന്ധുവീട്ടിലാണ് താമസിച്ചു വരുന്നത്. അത് വീട് പോലുമില്ല. ഈ പുഴ സൈഡിലുള്ള പുറമ്പോക്ക് ഭൂമിയിലാണ് ഇപ്പോൾ താമസിച്ചു വരുന്നത്. ഏതായാലും അക്ഷയെ സഹായിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ്. അക്ഷയുടെ പഠനം മുൻപോട്ട് പോകേണ്ടതുണ്ട്. അല്ലെങ്കിൽ അക്ഷയുടെ അക്കൗണ്ട് നമ്പർ അടക്കം ഈ സ്ക്രീനിന്റെ താഴ്ഭാഗത്ത് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാര്യങ്ങൾ അന്വേഷിച്ച് തന്നെ അവരെ ബന്ധപ്പെടാവുന്നതാണ്. എത്രയും പെട്ടെന്ന് അക്ഷയ്ക്ക് കോഴ്സിലേക്ക് മടങ്ങി പോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെ സഹായം ആവശ്യമാണ്. അക്ഷയുടെ ബന്ധു നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട്. അമ്മ എങ്ങനെയാണ്? 4ാം ക്ലാസ് മുതൽ ഞാനാ പഠിപ്പിച്ചത്. എനിക്ക് ഇനി പഠിപ്പിക്കാനുള്ള നിർവാഹമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ അവളുടെ പഠിത്തം മുമ്പോട്ട് പോകണം. നല്ലോണം പഠിക്കുന്ന കുട്ടിയാ. അതുകൊണ്ട് എല്ലാവരുടെയും സഹായം ഞാൻ അഭ്യർത്ഥിക്കുന്നു.